ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ നോ ഡെത്ത് ചലഞ്ചിൻ്റെ തേർഡ് പാർട്ടാണ് ഗൈസ്. തേർഡ് പാർട്ട് നമ്മുടെ സ്റ്റീവനില്ലേ ഗൈസ്, ഇവിടെ വാ ഗൈസ്. എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ടെടുക്കാം നമ്മുടെ സ്റ്റീവ് വന്ന്. അപ്പോൾ ഗൈസ്, ഇതിലേതായിരുന്നു? ഇതായിരിക്കും ഗൈസ്. നമ്മുടെ പറ്റാവുന്ന കാലം കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമുക്കിനി തുടങ്ങിയിട്ടാണ്, അതിലേക്ക് കുറേ ടൈം എടുക്കും. ഓക്കെ ഗൈസ്, നമ്മ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഐലൻഡിലായിരുന്നു ലാസ്റ്റായിട്ട്. നമ്മൾ ഐലൻഡിൽ നിന്നിട്ട് ഇവിടെ നിന്നിട്ടുണ്ടായി. ഇവിടെ നമുക്കൊരു സാധനം പണിയാനായിട്ട് എടുത്ത് വെച്ച ഐലൻഡാണ് ഗൈസ്. ഒരു ഐലൻഡിൽ തന്നെ നമുക്ക് നമ്മുടെ വീട് പണിയാന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചൊരു സ്ഥലമാണ്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു ഗൈസ്, നമുക്ക് വില്ലേജിൻ്റെ അടുത്തായിട്ട് മതി ഗൈസ്. ഇല്ലെങ്കിൽ വില്ലേജിൻ്റെ അടുത്തല്ലെങ്കിൽ വില്ലേജ്, അല്ലെങ്കിൽ അയൺ ഫാമും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ കാര്യമില്ല. അത്രയൊക്കെ പോകണമെങ്കിൽ കേട്ടോ, അവിടെയൊക്കെ പോയാൽ തന്നെ ആ സാധനങ്ങളോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ട്, ആ സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതേ നമ്മൾ ഈ ഐലൻഡിനോട് വിട പറയണതാണ് ഗൈസ്. അപ്പോൾ അതേ നമ്മുടെ ടോർച്ചറൊക്കെ എടുക്കണതാണ്. ടോർച്ചൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. സോംബി ഒന്നും സ്പോൺ ആവരുത്, അപ്പോൾ അതിനായിട്ട് ഗൈസ് നമുക്ക് ഇതേ 3 ഇതുണ്ട്. വൈറ്റ് ഫ്ലവർ കിട്ടിയ ഒരു ബെഡ് ഉണ്ടാക്കാനാണ് ഗൈസ്. ഈ വെള്ള ഫ്ലവർ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ. ഓക്കെ, നമ്മുടെ കുറച്ച് നമുക്ക് ഇനി ഒരു 4 ഉണ്ടാവും ഗൈസ്. ഇവിടെ 4 മറ്റത്തൊക്കെ കൊണ്ട് വെക്കോന്നിട്ട് ഗൈസ്. ടോർച്ച് അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് കയ്യേ. അപ്പോൾ ഗൈസ്, നമ്മൾ ടോർച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്കൊരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്യാം ഗൈസ്. ബോട്ട് ഓടിച്ച പോലെ എനിക്ക് അറിയത്തില്ല, നമുക്ക് നീന്തി പോവാം, ബോട്ടൊന്നും വേണ്ട. നമ്മൾ ഇതെവിടെ പോയി ഈവൻ വാ. നമ്മുടെ ബോട്ട് ഓടിച്ച് കളിക്കല് നടക്കൂല ഗൈസ്. പിന്നെ ബോട്ടിലാകുമ്പോൾ സോംബീസ് തന്നെ അടിക്കില്ല, മറ്റേ സാധനങ്ങളൊക്കെ കയറി കളിക്കാം. ഓക്കെ, എന്തായാലും വേറൊരു ഐലൻഡിലോട്ട് വിടാം. നമ്മുടെ കുറേ ആളുണ്ട്, നല്ല ആഴത്തിലാണ് കഴിച്ചത്. ഇത്ര ആളുണ്ട, നമുക്കിവിടെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നീന്തിയൊക്കെ പോകാം ഗൈസ്. ഗൈസ്, നമുക്കെന്തായാലും ഐലൻഡ് എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഇത് നൈറ്റ് ആവാറായി ഏകദേശം. പൊങ്ങി വന്ന് മോൺ പൊങ്ങി വന്ന് ഗൈസ്. നമുക്കിങ്ങനെ കുറേ പോകണം ഗൈസ്, അത്യാവശ്യം പോകണം. അതിനുള്ള ഫുഡുണ്ട്, നമുക്ക് അത്യാവശ്യം ഫുഡുണ്ട്, ഇവിടെ നിറച്ച് ഫുഡുണ്ട് ഗൈസ്. കുട്ടി ഉണ്ടായില്ലേ, ഇവിടെ പോയി എന്നാലും മറന്നുപോയി. അതിന് ഒരു പട്ടിക്കുട്ടി ഉണ്ടായി ഗൈസ്. ചത്ത ഇതിപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്, ഫുൾ നൈറ്റ്. വെള്ളത്തിൻ്റെ അടിയിൽ സോംബീസ് ഉണ്ടായി. മറ്റേ സാധനം വെച്ചറിയാം, അത് എൻജാൻറ്റ് സാധനം, അത് വെച്ചറിയാനൊരാളുണ്ടായി. കയറി 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 നേരെ തന്നെ പോവാന്ന് വെച്ചിട്ട് ഞാൻ നേരെ പോണത്. അതിന് സോംബീൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഫുള്ള് ഇതാണ്, വെള്ളത്തിലാണ്. എന്താ ബാക്കിലോട്ട്
ഗൈസ് നമ്മിങ്ങനെ കുറേ പോകണം. ഗൈസ് ഐലൻഡ് യെസ് വലുതാണോ അത്? കാണുന്നൊന്നും ഗൈസ് എന്തോ കാണുന്നുണ്ടോ അവിടെ? എന്താണത്? വില്ലേജ് അല്ല ഗൈസ്, ഒരു ചെറിയ ഐലൻഡാന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് സ്റ്റേ ചെറുത് തന്നെയാണ് ഗൈസ്. വേണ്ട നിറച്ച് സോംബീസ്. നിറച്ച് എന്താണ് കുറച്ച് സോംബീസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. അവിടെ നമുക്ക് റിസ്ക് എടുക്കണ്ട. കിട്ടി 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 വലിയത് 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 വലുത് വലുത് വലുതാണെങ്കിൽ ഇപ്പം കയറണ്ട ഗൈസ്. എനിക്കൊന്നും കാണുള്ള ഗൈസ്. ഇതാണ് ചെറുതാണ്. ഉണ്ടാവണ്ടേ രാവിലെ ആവണവരെയും കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ അടുത്തായി പംകിൻ ഗൈസ്. അപ്പൊ ഈ ഐലൻഡിൽ മറ്റേ പംകിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. പംകിൻ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഗൈസ്. നമുക്ക് ഇത് ഇവിടെ തന്നെ വെക്കാം. ഈ ഐലൻഡ് നമുക്കൊന്നൊന്ന് ഹണ്ട് ചെയ്യാം. നമ്മുടെ ഒരു മിനിറ്റ് ഗൈസ്. പംകിനൊക്കെ പൊളിഞ്ഞ പംകിന് ഇത് വെച്ചല്ലേ പൊളിഞ്ഞിട്ടില്ല. ഇതാ ഗൈസ് എല്ലാ പംകിനും ഇവിടെ ഒരു ടോർച്ച് വെക്കട്ടെ ഗൈസ്. ചെറിയ വെട്ടത്തിനെ ഓക്കെ. നമുക്ക് എല്ലാ പംകിനും എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സോംബി ഒന്നും സ്പോൺ ആവൂല. ഐലൻഡ് അവിടം വരെ ഉള്ളൂ. ഞങ്ങാട്ട് വല്ലതുണ്ടോ? അവിടെ എന്തോ കണ്ടല്ലോ. അപ്പുറത്തെ ഐലൻഡിൽ സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഐലൻഡിൽ ആരുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും രാവിലെ ആയിട്ട് കാണാം ഗൈസ്. ക്രീപ്പർ മാമൻ വെള്ളത്തിൽ കൂടെ വന്നുണ്ട് ഗൈസ്. ദേ നമ്മുടെ തൊട്ടടുത്ത് മേഘമൊക്കെ എത്തിയിട്ട് ഗൈസ്. ഇത് മൂണൊക്കെ തൊട്ടടുത്തെത്തി ഗൈസ്. ഇത് കണ്ട നമ്മുടെ തൊട്ടടുത്ത് ദേ അവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. തൊട്ടടുത്തെത്തി. ദേ എനിക്ക് ചാടി ഒന്ന് തൊടാ. ഞാൻ ഗൈസ് വെറുതെ പറഞ്ഞാൽ ഗൈസ് രാവിലെ ആവാറായിട്ടുണ്ട്. ഇതേ ഐലൻഡ് ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് ഗൈസ്. അതിൽ അങ്ങാട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. നമുക്ക് എന്തായാലും അടിയിലോട്ട് ഇറങ്ങാം. കുറേ പോകണം അടിയിലോട്ട്. മീൻസ് പകുതിക്കത്ത് സ്റ്റോണായി ഗൈസ്. പകുതിക്ക് വെച്ച് നമുക്ക് ചാടാം ഗൈസ്. ഒരു 30 സ്റ്റോൺ കിട്ടുമ്പോൾ നമുക്ക് ചാടാം ഗൈസ്. 2 സ്റ്റാക്ക് സ്റ്റോണാണ് ഗൈസ് നമുക്ക് ഇതിന് എടുത്തേക്കുന്നത്. വെള്ളത്തിലോട്ട് ചാടാം. എന്നിട്ട് ഐലൻഡിലോട്ട് കയറാം. ഫുഡ് കഴിച്ചു. ഓക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ ഗൈസ്. ഫുള്ളി മോർണിംഗ് ജമ്പ്. നമ്മുടെ അടയാളം ഷിപ്പ്
ഗൈസ് ബെഡായി 2 ബെഡ് ഉണ്ടാക്കുന്നുണ്ട് മക്കളെ. മാമനോട്ടൊന്നും വിചാരിക്കില്ലേ, മാമൻ നിങ്ങളായിട്ട് അത് കണ്ട പോണം. വെള്ളത്തിനുള്ളിൽ കുറേ സാധനം പോകണ്ട. താങ്ക്സ്. ഓക്കെ, ബെഡ് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ബെഡ് ഇപ്പം ഉണ്ടാക്കണ്ട. അതാക്കുഴി ഈ ഐലൻഡ് ഒന്ന് അപ്പുറത്തോട്ട് ഐലൻഡ് തന്നെ ഞാൻ പറഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയ ഐലൻഡ് പോലെയാണ്, അപ്പുറത്തോട്ട് സാധനമുണ്ട്. ഇതൊരു പാവം ജീവികളുടെ ഐലൻഡായിരുന്നു. ഫുഡ് വേണം നമുക്ക്. അതിനായിട്ട് നമ്മൾ കണ്ടല്ലോ, അതിനെ പിടിച്ച് നമ്മൾ കൊല്ലുന്നുണ്ട്. എന്തായാലും പംകിനൊക്കെ കണ്ട സ്ഥിതിക്ക് ഇവിടെ അടുത്ത് മച്ചാറ 2 അടിക്ക്. നീ വലുതായിട്ടില്ല, നീ എന്തായാലും വലുതാവും. എൻ്റെ കയ്യിലോട്ട് ഞാൻ വരുള്ളൂ. 2 എണ്ണോ 3 എണ്ണം ഉണ്ടോ നീയൊക്കെ? 3 എണ്ണോ? ഹൗ മച്ച്? 2 എണ്ണം. അടുത്ത ഷീപ്പ് മറ്റവനെത്തില്ല, ട്രേഡർ മാമൻ. ട്രേഡർ മാമൻ എത്തിയിട്ടുണ്ട്. മാമൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം എന്താ ഉണ്ടെന്ന്. മാമോ ഒരു വാട്ടർ ബക്കറ്റ് എൻ്റെ ഇരിക്കാനുള്ള വാട്ടർ ബക്കറ്റൊക്കെ. വാട്ടർ ബക്കറ്റ് അവൻ്റെ എന്താ സ്പോണായിക്കൊണ്ടിരിക്കണേ. ഈ ഐലൻഡ് സ്പോണായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോവാ ഈ ഐലൻഡിൽ നിന്ന് അപ്പുറത്തെ ഐലൻഡിലോട്ട് പോവാ. നമ്മൾ വില്ലേജ് വരെ എത്തിയിട്ട് ഇതുവരെയായിട്ടും ചാവാണ്ട് ആദ്യമായിട്ടാണ് ഞാൻ വില്ലേജ് വരെ എത്തുന്നത്. ഒരു റീസ്പോണും ഇല്ല നമുക്ക്. അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മളെ ആദ്യമായിട്ടല്ല, 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ പ്രാവശ്യം. ആടിനടിക്കാൻ 1 പ്രാവശ്യം അടിച്ചാൽ മതി, പക്ഷെ പന്നീനടിക്കാൻ 2 പ്രാവശ്യം അടിക്കും. പശുവിൻ്റെ തൊലിക്കട്ടിയാണ്, അത് പറഞ്ഞതുള്ളൂ. അപ്പോഴത്തേക്കും നിറച്ച് പൂവാടത്. വൈറ്റ് പൂ ഇവിടെ നിറച്ച് പൂവാണ്. ഒരു പൂ എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പൂവാണ് ബെഡ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഏത് പൂ എടുക്കും? ബെഡ് എടുക്കുക. ഓക്കെ, നിറച്ച് പൂ വെറുതെ അല്ല, തേനീച്ചകൾക്കൂടെ എന്തോരമാണ്. 3ാമത്തെയാണ് ഞാൻ. തേനീച്ചകൂടെ 3ാമത്തെ കാണുന്നത്. അത് സീ സ്പോട്ട്. അങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്. 4 5 ഇത് അവിടെ ഒന്നുണ്ട്. കണ്ട 6. ഇതെന്ത് ഇത്രയും സ്ഥലം കൊള്ളാലേ ഗൈസ്. വില്ലേജ് എവിടെ? ഇതിവിടെയൊക്കെ വീഡിയോ വെക്കാം നമുക്ക്. ഇതെന്താ ഇത്? ഇത് കണ്ട സ്റ്റോൺ. നമ്മളൊക്കെ ഗുഹ ഉണ്ടല്ലോ. അങ്ങോട്ടൊന്നും പോണ്ട. അതൊക്കെ 1 ബ്ലോക്കാ. ഡബിൾ ഉണ്ടല്ലോ. ട്രേഡർ മാമനെ സൗണ്ട് കേട്ടി ഞാൻ. അല്ല ഗൈസ്, ബ്ലാക്ക് ഉണ്ടാക്കുക പറഞ്ഞ പോലെ. നമ്മുടെ ബ്ലാക്ക് വൂൾ പറഞ്ഞ ഇരിപ്പുണ്ട് ഗൈസ്. 2 എണ്ണമായി. ഇവിടെ ഒരെണ്ണം ഉണ്ടായല്ലേ. 3ാമത്തെ എവിടെ?
അടുത്തത് ഫുഡിലെ ആവശ്യമാണ്. നീ ആരാ കാട്ടു? അപ്പം വീണ്ടും നമ്മൾ തേനീച്ചകളുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വീഡിയോ ഒക്കെ ആയിരുന്നു. വീണ്ടും പംകിൻ. എന്തായാലും ഈ ഐലൻഡ് ഹണ്ട് ചെയ്യേണ്ട വരും. നമുക്കിപ്പോൾ സ്റ്റോക്ക് കണക്കിന് ഫുഡ് ഉണ്ട്. എന്നിട്ടാണോ ഒന്നും തിന്നാൻ പറ്റുക? ശരി. പോലെ പേടിക്കലടാ. കാട്ടുമാക്കാനാണ് എനിക്ക് ആഗ്രഹം. विलेज भाई कौन है? विलेज बड़े कौन 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 गाइस നമ്മ ഇപ്പോൾ ഇവിടെ എത്തി. കാടാണുള്ള ഗൈസ്. തേനീച്ചകൾ എന്തോരമാണ് ഗൈസ്. നിറച്ചും മഴയാണ്. വില്ലേജ് എവിടെ? പറഞ്ഞോണ്ടാ നീ വന്നോ? 4 വീണ്ടും ഏതോ കടലിൻ്റെ ഒരു ബ്ലോക്ക് പൊക്കത്തോട്ട് പോകാനുള്ള നമ്മളിപ്പോൾ ഏതോ കടലിൻ്റെ അരിയിലെത്തിയിട്ടുണ്ട്. ബീച്ച്. ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ ഫുള്ള് കറങ്ങി നോക്കാം. വെള്ളം ഉണ്ടാവും ഗൈസ്. ഏതെങ്കിലും വില്ലേജ് സൈഡിൽ വെള്ളം ഉണ്ടാവും എന്തായാലും. വെള്ളം ആദ്യം നമുക്ക് വെള്ളത്തിൻ്റെ ഇങ്ങനെ ഇത് മൊത്തം റൗണ്ട് അടിക്കാം. രാത്രി ആവണതിന് മുമ്പ് ബെഡ് ഉണ്ടാക്കി ഉറങ്ങണം. ടൈമുണ്ട് കഴിച്ച് രാത്രി ആവാൻ. ഒറ്റമരം കണ്ട് കഴിച്ച് നമ്മതേ ഒറ്റമരം കണ്ട്. ഒറ്റമരത്തിൻ്റെ അടുത്തൊക്കെ ആയിരിക്കും കഴിച്ച് വില്ലേജ്. നമ്മൾ തിരിച്ച് കറങ്ങി തന്നെയാണ്. ഇത് വീണ്ടും പംകിൻ. നിറച്ച് പംകിൻ കാണുന്നുണ്ട്. ബട്ട് വില്ലേജ് കാണുന്നില്ല. അയ്യോ നമുക്കിങ്ങനെയല്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും വേണ്ട ഗൈസ്. എടാ ലാവ ഉണ്ട് ഗൈസ്. ലാവ ഒന്നും വേണ്ട ഇപ്പം. എന്തായാലും വില്ലേജുകൾ അടുത്തുണ്ടല്ലോ. ഇത് തപ്പാനായിരിക്കും ഗൈസ് പണി. ഇറങ്ങണോ? നമുക്ക് ആ പംകിൻ്റെ അടുത്തോട്ടൊന്ന് പോകണം. പംകിനിൽ നിന്ന് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് നേരെ വന്നിട്ടുണ്ട്. പംകിനിൽ നിന്ന് ചുറ്റി നോക്കാം. രാത്രി ആവായി ഗൈസ്. ചെറിയൊരു ലാഗ് ഉണ്ട് ഗൈസ്. അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചേക്കണം. സോറി ഫോർ ദാറ്റ്. എന്തായാലും നമുക്കിപ്പോൾ ബ്ലാക്ക് ബെഡ് ഉണ്ടാക്കാം ഗൈസ്.
രാത്രി ആവാറായി. ഓക്കെ, ഫുഡ് തന്നെ കിടക്കുന്നത് ഈ ഒരു മൂലക്ക്. നമ്മളെ സോംബിനൊന്നും വരുത്താണ്ട് നമ്മൾ കിടന്നിട്ടുണ്ട്. രാവിലെ ആയിട്ടുണ്ട് ഗൈസ്, അല്ലെങ്കിൽ സോംബിയൊക്കെ വരും. അപ്പം നമ്മൾ ഇന്നല്ല, ഇപ്പം ഇവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കണം. അവിടെ വലിയ ഗുഹ, ഇതൊരു പ്രശ്നമാണ്. ഞാൻ ഒരു പൊട്ടനാണ്ട് അങ്ങോട്ട് വീണ് കളയും ഗൈസ്. പോയി ഒരു പാലം പണിതിട്ടുണ്ട് അടയാളത്തിന്. ഗൈസ് നമ്മൾ പാലം പണിതിട്ടുണ്ട്. പംകിനെത്തി. പംകിനിൽ നമ്മൾ അയ്യോ ഇതിങ്ങാട്ട് പോകണം. അല്ല ഇങ്ങാട്ട് ഒറ്റമരം. ഇവിടെ ഗുഹയിൽ ഡയമണ്ട് കണ്ടാണ് ഗൈസ്. ഇത്രയൊക്കെ എത്തുമെങ്കിൽ തന്നെ, ഇത്ര എത്തിയെങ്കിൽ അത്ര എത്താൻ വഴി ഉണ്ട്. വില്ലേജ് എത്തുമ്പോഴാണ് വീട് പണിയാ. ഇതുവരെ ഇതും ചത്തിട്ടില്ല. ഇതെന്താ ഏറി നിൽക്കണം ഇതെന്താ? ഇതുവഴിയാണോ? ഇതുവഴിയാണോ? ഇതുവഴിയാണ് ഗൈസ്. ഇവിടെ എന്തായാലും പ്ലെയിനായിട്ട് കിടപ്പുണ്ട് ഗൈസ്. ഒന്ന് വെറുതെ പോയി നോക്കാം. 10-12 പോയി നോക്കാം ഗൈസ്. ഇപ്പോൾ ഗൈസിനെ നമ്മൾ തപ്പിട്ടും കിട്ടുള്ള ഒരു കാട് കിട്ടി. ഇതണ്ട കുഞ്ഞിത്. നമുക്കെന്തായാലും തിരിച്ചു പോവാം. അപ്പം അതേ നമ്മൾ തിരിച്ചോണാണ്. ഫുഡ് നമ്മുടെ വീട്ടിലാണ്. വീടല്ല, റോഡിലാണ്. പിന്നെ നടക്കണമെങ്കിൽ 2 എണ്ണം വേസ്റ്റ് ആവുള്ളൂ. മഴയെ ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട്. വന്ന വഴി മറക്കൂല. മരമാണ് ഗൈസ് അടയാളം. നമുക്കിനി ഇങ്ങോട്ടും പോയി ഗൈസ്. അവിടെ ഇല്ല വില്ലേജ്. നമുക്കിനി വേറെ ഡയറക്ഷനിൽ പോകണം ഗൈസ്. ഇതാണ് നമ്മുടെ എയറിൽ, അല്ല ഒറ്റല്ല 5 എണ്ണത്തിൽ നിൽക്കണ വലിയ മല, പാറ ഗൈസ്. അതിൻ്റെയൊക്കെ പൊക്കത്ത് വലിഞ്ഞ് കയറണം ഗൈസ് ഒരു ദിവസം.
പംകിൻ വീണ്ടും കണ്ടു. അല്ല വീണ്ടും ഇല്ല, അത് തന്നെയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലത്തോട്ട് പോകാം ഗൈസ്. അയ്യോ ഓഫ്, കുഴപ്പമില്ല, വീണാലൊന്നും പറ്റൂലായിരുന്നു. എന്നാലും വീഴണ്ട അല്ലേ. ഇതേ നീ ആര്? ഞാൻ ഗൈസ് ഒരു പ്രശ്നം ഉണ്ട്. നായനെ ആവശ്യമുണ്ടായില്ല. പക്ഷേ ഞാൻ ചെടിയിൽ കല്യാണം വളരെ കൃത്യമായ മൊമെൻറ്റുകൾക്ക് കാരണം നമുക്ക് തിരിച്ചു കയറാൻ പറ്റിയിരിക്കുകയാണ്. മണ്ടനാണ് തിരിച്ചെന്തിനാ, ഇത് ക്ലോസേ ഉള്ളതാണ്. തിരിച്ച് ഇതുവഴി കയറിയപ്പോൾ കയറി വാ. ഇതൊക്കെ ശരി തന്നെ. പ്രശ്നമുള്ളത് എന്താ? ചത്ത്. അയ്യോ ചത്തുപോയി. ഇതേ സൂത്രം എന്നെ കളിയാക്കണം. അയ്യോ അത് വെള്ളത്തിൽ പോയി. കുഴപ്പമില്ല. ആ കിട്ടി. നിനക്ക് ഭാഗ്യമുണ്ട്, ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായല്ലേ. നമ്മ ഇതാണോ വെച്ചിതല്ലേ? അയ്യോ വെച്ച സാധനം മാറിപ്പോയി ഗൈസ്. ചാവാണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രശ്നം. ഇന്നത്തെ അല്ലല്ലോ, നേരത്തും. അപ്പോൾ ഗൈസ് നമ്മുടെ തപ്പിയിടുന്നും വില്ലേജ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും വെച്ച് വൈൻഡ് പേന ഗൈസ്. നമ്മുടെ ലാസ്റ്റ് വന്നത് ഇവിടെ കിടന്നാണ് ഉറങ്ങിയത്. നമുക്കപ്പോൾ റീസ്പോൺ വെക്കാം. റീസ്പോണൊന്നും ആവശ്യമില്ല ഒരിക്കലും. നമുക്കെന്തായാലും ബെഡിൽ കിടക്കാതിരിക്കുക ഗൈസ്. ഇതേ നമ്മൾ വൈൻഡ് പേന ഗൈസ്. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് ബൈ.